ഒരാൾ കുറേ ദിവസം ഇടിയപ്പം പാല് റെസിപ്പി തന്നെ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇടിയപ്പം പാല് റെസിപ്പി ആയിട്ട് എന്നെ വന്നിട്ടാകുമ്പോൾ അന്നാട്ടി മുൻപ് ഉറുമ്പും മക്കളെല്ലാം വന്നിന്. അല്ലാതെ അതിന് പാപ്പത്തിലെ സൈഡിൽ പോയിക്കോളും നമ്മളെ മക്കളെ പോലെ തന്നെ. അപ്പം ഞാനിതാ നാടൻ അരിയായിട്ട് തന്നെ വന്നിന്. നമ്മളെ ജയ അരിയില്ലേ, നാടൻ ചോറ് വെക്കുന്ന വെറും ചോറ് വെക്കുന്ന അരി, അത് അതിലാണ് ഞാൻ അരക്കൽ. അതിലേക്ക് നല്ല ഉപ്പും കുറച്ച് കൂടുതൽ വെള്ളം ഇട്ടിട്ട് നമ്മളെ സുജാത നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുക്കാം. സുജാത ഉള്ളതുകൊണ്ട് പിന്നെ മസാല അരക്കുന്നതിന് ഒരു പ്രശ്നമില്ല, എന്ത് വേണമെങ്കിൽ നല്ല ഫൈനായിട്ട് വരും. അപ്പോൾ അരച്ചിട്ടായിട്ട് അതിൻ്റെ പകുതി ബാറ്ററി ഇല്ലതാ ഇങ്ങനെ ഞാൻ മിക്സിയിൽ വെക്കും. ഇതെന്തിനാണെന്നറിയാം, നമുക്ക് ഇടിയപ്പത്തിന് പലാക്കണ്ടേ. അതിനു വേണ്ടി ഞാൻ എന്താ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെ നല്ല പാങ്ങല ഉടച്ചിട്ട് ചരിച്ചിട്ട് കൊണ്ടുവരാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇടിയപ്പത്തിന് കടുമ്പാക്കിയിട്ട് വെക്കണ്ടേ. അതിന് ഞാൻ പുതുക്കിയിട്ട് എടുത്തിന്. പുതുക്കുന്ന എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. പുതുക്കിയിട്ട് ഇങ്ങനെ വലിയ നിങ്ങോന്നൊലിക്കലിൻ്റെ പോലത്തെ കടുമ്പാക്കിയിട്ട് വെക്കണോ. എന്നിട്ടായിട്ട് അപ്പച്ചട്ടിയിൽ ആവിയിൽ വേവാൻ വെച്ചു. അപ്പോൾ അതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഇനി നമുക്ക് പാലരക്കാം. പാൽ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, 4 ഏലക്ക. ഈ മിക്സിയിൽ ഒരു 2 സ്പൂൺ ഒരു ബാറ്റർ എടുത്തൊക്കെ എന്താ പറയുക, ഇപ്പോൾ ഇടിയപ്പം അരിച്ചിട്ടില്ലേ അതേ ബാറ്റർ മിക്സിയിൽ വെക്കാം. അതിന് ശേഷം അതിനൊന്നിച്ചിട്ട് തന്നെ ഇട്ടിട്ട് ഇറച്ചങ്കായി ഒരാൾ വേറെ കലക്കിയിട്ടെല്ലാം കൂട്ടുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിലല്ല പണി തീർക്കേണ്ട. തേങ്ങാപ്പാൽ അങ്ങനെ ഒരാൾ 2ാം പാല് 1ാം പാല് 3ാം പാലായിട്ട് വേറെ വെക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓവർ വെള്ളമാക്കാണ്ട് ഓവർ കട്ടിയാക്കാണ്ട് ഒരു മിഡിലായിട്ട് ആക്കിയെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെല്ലം, ഒരാളെ മധുരത്തിനനുസരിച്ചിട്ട് അതുകൂടെ ഏലക്കാൻ്റെ നല്ലൊരു മണവും വരുന്നുണ്ട്. അതെല്ലാം ഇട്ടിട്ട് തിളപ്പിക്കുന്ന അങ്ങനെ ഓവർ തിളപ്പിക്കാണ്ട് ജസ്റ്റ് ഒരു തള പൊട്ടിങ്ങ് മതി. തേങ്ങ ഓവർ തിളപ്പിക്കുമ്പോൾ അന്ന് പിരിയിൽ നിന്നല്ല ചെല്ലില്ല ഒരാൾ എൻ്റെ തേങ്ങ വേറെ വെള്ളം വേറായിട്ട് നിൽക്കുന്നില്ല. അതെല്ലാം ഇല്ലേ ഞാൻ ഓവർ തിളപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ചിട്ടാകുമ്പോൾ തന്നെ തീ ഓഫാക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം യൂസ് ആക്കാം. ഓവർ കട്ടിയായും കൊണ്ട് ടേസ്റ്റ് ഇല്ല, ഓവർ വെള്ളമായും കൊണ്ട് ടേസ്റ്റ് ഇല്ല. ഒരു മിഡിൽ ഇങ്ങനെയാണ് ഒരു എന്താ പറയുക മീഡിയമിൽ. എന്നിട്ടായിട്ടില്ലേ ഇതാ ഒരാളില്ല സ്റ്റോറിലരി വെച്ചിട്ട് ചുടലുണ്ട്. അപ്പം അത് ഞമ്മക്ക് ഇഷ്ടമില്ല, അതിങ്ങനെ ഒട്ടുന്ന പോലെ അന്നൊരു ഭംഗിയില്ല. ഈ ഈ പിടൽ തരിയിൽ ചുടുമ്പോൾ ഇല്ലേ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്ക്. ഇടിയപ്പവും പാലെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ്. നമുക്ക് ഒരാൾക്ക് കറി ഇഷ്ടമാവും, ഞങ്ങൾക്ക് കറി ഇഷ്ടമില്ല, നമുക്ക് ഇടിയപ്പം പാലിലൊക്കെയാണ് ഇഷ്ടം. അതൊരാളെ ഇഷ്ടങ്ങളല്ലേ. പാലും ഇടിയപ്പം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ആക്കിയിട്ട് നോക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.